യഹോവേ ഓർക്കേണമേ ഞങ്ങളുടെ നിലവിളി. നിന്നയുടെ നിഴലിൽ നിൽക്കുന്ന ജനമിതു നീ കണ്ടോളേ. തിരിച്ചു വരേണമേ മഹിമയുടെ നാളുകൾ. കരുണയാൽ മാറ്റേണമേ കണ്ണീരിൻ കാലങ്ങൾ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. BC 588 മുതൽ 586 വരെ ബാബൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ യെരുശലേമിനെ നിരോധിക്കുകയും BC 586 ഓഗസ്റ്റിൽ നഗരം കീഴ്പ്പെടുത്തി നഗരമതിൽ ഇടിച്ചു നിരത്തുകയും യെരുശലേം ദേവാലയം തീവച്ച് ചുടുകയും ചെയ്തു. അന്നത്തെ രാജാവായിരുന്ന സിദ്ക്കിയാവിനെ ബന്ധനസ്ഥനാക്കി കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ജനത്തെ പ്രവാസികൾ ആക്കുകയും ചെയ്തു. 2 രാജാക്കന്മാർ 25:1 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഈ വിധത്തിൽ എല്ലാം സംഭവിക്കാനുള്ള കാരണം ജനം ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്തതുകൊണ്ട് ആയിരുന്നു. ജനം അടിമകളായി പിടിക്കപ്പെടുകയും യെരുശലേം നശിപ്പിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് യിരെമ്യാവ് യെരുശലേമിനെക്കുറിച്ച് കരഞ്ഞ് പാടിയ ഗീതമാണ് വിലാപങ്ങളുടെ പുസ്തകം. ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ജനത്തിൻ്റെയും അവർക്കായി നൽകപ്പെട്ട മനോഹര ദേശത്തിൻ്റെയും നാശത്തിന് കാരണം പാപമായിരുന്നു. ദൈവത്തിനെതിരായി മത്സരിച്ചു കൊണ്ടിരുന്നാൽ നാശം സുനിശ്ചയം. നമ്മളുടെ ബുദ്ധിയിലും ശക്തിയിലും വിവേകത്തിലും ആശ്രയം വെച്ച് ദൈവവഴി വിട്ടു മാറുന്നവർക്ക് യെരുശലേമിൻ്റെ അനുഭവം തന്നെ ഉണ്ടാകും. ഈ സംഭവം അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഈ വിധത്തിൽ പാപഫലമായി പ്രവാസികളാക്കപ്പെട്ട ജനത്തിനു വേണ്ടിയുള്ള യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയാണ് വിലാപങ്ങൾ 5:21 വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. പണ്ടെങ്ങനെയായിരുന്നു? ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ജനത്തെ മിസ്രൈമെ അടിമത്തിന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് നടത്തിയ വഴികൾ അത്ഭുതകരമായിരുന്നു. മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ ഭക്ഷണമായി മന്നയും ഇറച്ചിയും നൽകി. പാറയെ പിളർന്ന് വെള്ളം നൽകി. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ചെങ്കടലിനെ വറ്റിച്ചു. യെരിഹോ കോട്ട തകർത്തു. അവർ പാപം ചെയ്തുവെങ്കിലും അവരോട് ക്ഷമിച്ചു. അവരെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സായില്ല. ദൈവം അവർക്ക് മുന്നറിയിപ്പുകൾ നൽകി. ആവർത്തനം 28:36 പറയുന്നത്, പാപം വിട്ട് തിരിയാതിരുന്നാൽ ഞാൻ നിന്നെയും നീ നിൻ്റെ മേൽ ആക്കിയിരിക്കുന്ന രാജാവിനെയും നീയാകട്ടെ നിൻ്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കലേക്ക് പോകുമാറാക്കും. ദൈവം നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ നിരസിച്ചതിൻ്റെ പരിണിത ഫലമായിരുന്നു അവർക്കുണ്ടായ പ്രവാസ ജീവിതം. അവിടെ നിന്നും പണ്ടത്തെ ആ നല്ല കാലത്തിലേക്ക് മടക്കി വരുത്തണമേ എന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നാം പാപ അടിമത്തത്തിൽ അല്ലേ കഴിയുന്നത്? തൽഫലമായി ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്നേഹം, കരുതൽ, വചനത്തോടുള്ള തീഷ്ണത എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആരാധന പേരിന് മാത്രമായി ആരെ നശിപ്പിച്ചിട്ടായാലും എനിക്ക് വളരണം, എല്ലാം എൻ്റെ കാര്യസാധ്യത്തിനായി മാത്രം എന്ന ചിന്തിക്കുന്നവരാണ് നാം. ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാ നാം ഇന്ന്. എന്നാൽ പണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കുകയെ. എത്ര സന്തോഷമായിരുന്നു ഇല്ലായ്മയിലും നാം അനുഭവിച്ചിരുന്നത്. വലിയ ധനമൊന്നും നമ്മുടെ പിതാക്കന്മാർക്കില്ലായിരുന്നു. എങ്കിൽ തന്നെയും മനസ്സ് തുറന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ചിരുന്ന നാളുകൾ. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും. കുടുംബബന്ധങ്ങൾ അന്ന് ശക്തമായിരുന്നു. ഇല്ലായ്മയിൽ പരസ്പരം സഹിച്ച് ഉള്ളത് പങ്കുവച്ചിരുന്ന നാളുകൾ. സ്നേഹം, കരുതൽ, ദൈവവചനത്തിനായുള്ള തീഷ്ണത.
നമ്മുടെ പണ്ടത്തെ നാളുകൾ ഈ വിധത്തിൽ ആയിരുന്നു അല്ലേ? നഷ്ടപ്പെട്ടു പോയ ഈ അനുഭവങ്ങൾ നമുക്ക് മടക്കി കിട്ടണം. പണ്ടത്തെ നല്ല കാലം മടക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മടങ്ങിവരവിന് വേണ്ടിയുള്ള അനേക പ്രാർത്ഥനകൾ തിരുവചനത്തിലുണ്ട്. കൊരകുപുത്രന്മാർ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. സങ്കീർത്തനം 85:6. യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞാൻ മരുക്കമില്ലാത്തവനാ, അനുസരണമില്ലാത്തവനാ, നീ എന്നെ മടക്കി വരുത്തണമേ. യിരെമ്യാവ് 31:18. നഷ്ടപ്പെട്ടു പോയ പുത്രൻ്റെ ഉപമയിൽ കാണുന്നത് തെറ്റ് സമ്മതിച്ചുകൊണ്ട് മടങ്ങി വരുന്ന ഇളയ പുത്രനെയാണ്. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. തെറ്റ് സമ്മതിച്ചുകൊണ്ടുള്ള ഈ മടങ്ങി വരവ സന്തോഷത്തിലേക്ക് അവരെ നയിച്ചത്. എന്നാൽ എപ്പോഴും അപ്പനോടുകൂടിയായിരുന്ന മൂത്ത മകന് ഈ സന്തോഷം ലഭിച്ചില്ല. എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നാൽ സന്തോഷം ലഭിക്കില്ല. സന്തോഷം ലഭിക്കണമെങ്കിൽ പാപം ഏറ്റുപറയണം. പാപം ഏറ്റുപറയുന്നവർക്ക് മാത്രമാണ് പണ്ടത്തെ നല്ല നാളുകൾ ലഭിക്കുന്നത്. കർത്താവേ, പാപം ഏറ്റുപറഞ്ഞ് നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ എനിക്കും പാപബോധം നൽകണമേ. ആമേൻ. ഒരു